ഹായ് ഓൾ, ഏണസ്റ്റ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. UGC നെറ്റ് കമ്പ്യൂട്ടർ സയൻസ് എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോ ആണിത്. അപ്പൊ നമ്മൾ ജൂണിൽ UGC നെറ്റിന്റെ എക്സാം കഴിഞ്ഞിരുന്നു. അത്യാവശ്യം നല്ല രീതിയിൽ നിങ്ങൾക്ക് പെർഫോം ചെയ്യാൻ പറ്റിയെന്നുള്ളത് നമുക്ക് മനസ്സിലായ കാര്യം. നമ്മുടെ സ്റ്റുഡൻസ് ഒക്കെ ഫീഡ്ബാക്ക് തന്നു, എക്സാം അത്യാവശ്യം എളുപ്പമായിരുന്നു, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചു എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞിരുന്നു. അപ്പൊ എന്തായാലും റിസൾട്ട് വരട്ടെ. നമുക്ക് ഇനി എന്താണ് വേണ്ടത്? നമുക്ക് ഒരു ഡിസംബർ സൈക്കിളിലേക്കുള്ള എക്സാമിന് വേണ്ടി നമ്മുടെ പ്രിപ്പറേഷൻസ് തുടരണം. നിങ്ങളത് എളുപ്പമായിരുന്നു എന്ന് പറഞ്ഞ് നോക്കിയിരുന്നിട്ട് കാര്യമില്ല. നമുക്ക് എന്ത് ചെയ്യണം? പ്രിപ്പറേഷൻസ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. അതല്ല, ഇനിയും നിങ്ങൾ ആ ഒരു ഏരിയയിലോട്ട് നോക്കിയിട്ടില്ല, നെറ്റ് എക്സാമിനൊന്നും പ്രിപ്പയർ ചെയ്യുന്നില്ല, ഇനിയും പ്രിപ്പയർ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവരാണെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ മുമ്പിൽ ഇനി ഏകദേശം 150 ഡേയ്സ് ആണുള്ളത്. ഓക്കെ, ഒരു ഡിസംബർ ഹാഫിലേക്കൊക്കെ ആ ഒരു എക്സാം വരുന്നുണ്ടെങ്കിൽ നമുക്കൊരു ഏകദേശമാണ് ഒരു 150 ഡേയ്സ് നമുക്കുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? പേപ്പർ 1ഉം പേപ്പർ 2ഉം ഒക്കെ കംപ്ലീറ്റ് ചെയ്യാനുണ്ടല്ലേ? കുറച്ചധികം മോഡ്യൂൾസുകൾ നമുക്ക് കവർ ചെയ്യാനുണ്ട്. അപ്പൊ നമുക്ക് ഇപ്പോഴേ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ലാസ്റ്റ് ടൈം നല്ലപോലെ പെർഫോം ചെയ്യാൻ പറ്റിയില്ല, എനിക്ക് ഒന്നുകൂടെ ഒന്ന് പ്രിപ്പയർ ചെയ്താൽ കൊള്ളാം എന്ന ആഗ്രഹമുള്ളവരൊക്കെ കാണും. അവരൊക്കെ എന്ത് ചെയ്യണം? നേരത്തെ തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷൻസ് തുടങ്ങുക. അതല്ല, ഇനിയും നിങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ടില്ലെങ്കിലും നിങ്ങൾ ഒന്നേന്ന് സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിലും എന്ത് ചെയ്യണം? നിങ്ങളിത് പ്രിപ്പറേഷൻസ് തുടങ്ങണം. കാര്യം ഒരു പ്രാവശ്യം എഴുതിയിട്ട് നമുക്ക് ഇത് ക്രാക്ക് ചെയ്യാൻ പറ്റണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമ്മളതൊരു 2, 3, 4 പ്രാവശ്യം നമ്മൾ എന്ത് ചെയ്യണം? ഇതിന്റെ പുറകെ ഇരുന്നേലും നമുക്ക് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. നിങ്ങൾക്കറിയാം, ഇയർലി 2 വട്ടം ഈ ഒരു എക്സാം വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് അവസരങ്ങളുണ്ട് താനും. ഒരു 2 ഇയർ കൊണ്ട് തന്നെ നമുക്ക് 4 വട്ടം ഈ ഒരു എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഓരോ പ്രാവശ്യം അറ്റൻഡ് ചെയ്യുമ്പോഴും നമ്മളത് നമ്മുടെ പ്രിപ്പറേഷൻസ് കുറച്ചുകൂടെ ബെറ്റർ ആയി വരും. നമ്മൾ ആ ഒരു എക്സാം എഴുതുന്ന സ്ട്രാറ്റജീസ് ഒക്കെ തന്നെ ഡെവലപ്പ് ചെയ്ത് വരും. നമ്മളോട് കുറച്ചുകൂടെ ഷാർപ്പനായിട്ടായിരിക്കും നമ്മൾ മുന്നോട്ട് പോകുന്നത് എന്നുള്ള കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അതുകൊണ്ട് തന്നെ ഏണസ്റ്റ് അക്കാഡമിയിൽ നമ്മൾ ഈ ഡിസംബർ 2025ലേക്കുള്ള ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് തരുന്നത് നമ്മളൊരു ഡബിൾ വാലിഡിറ്റിയിലാണ്. അതായത് ഒരു 4 പ്രാവശ്യമെങ്കിലും ഈ ഒരു എക്സാമിന് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വാലിഡിറ്റി തന്നിട്ടാണ് നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് നമ്മൾ തരുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു കോഴ്സിൽ എന്തൊക്കെയാ ഉള്ളതെന്ന് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 150 ഡേയ്സ് സ്റ്റഡി പ്ലാൻ വെച്ചിട്ടാണ് പോകുന്നത്. അതൊരു മോഡ്യൂൾ വൈസ് ആയിട്ടുള്ള സ്റ്റഡി പ്ലാൻ ആയിരിക്കും. ഒരു ഫിക്സഡ് നമ്പർ ഓഫ് ഡേയ്സ് ഓരോ മോഡ്യൂളിനും കൊടുത്തിട്ടുള്ള രീതിയിലുള്ള സ്റ്റഡി പ്ലാൻ ആയിരിക്കും നമ്മൾ കൊണ്ടുപോകുന്നത്. നിങ്ങൾക്ക് അവിടെ ഒരു 500+ അവേഴ്സ് ഓഫ് ക്ലാസ്സസ്, റെക്കോർഡഡ് ക്ലാസ്സസ് നിങ്ങൾക്ക് അവിടെ അവൈലബിൾ ആയിരിക്കും. ഈ ക്ലാസ്സുകളായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? പല സ്റ്റഡി പ്ലാനിൽ പല ഡേയ്സുകളായിട്ട് നിങ്ങൾക്ക് തരുന്നത്. ഓക്കെ, പിന്നീട് അതിലുള്ളതെന്ന് വെച്ചാൽ ഒരു 400+ ടോപ്പിക് ടെസ്റ്റുകളുണ്ട്. പിന്നീട് എന്താണ്, ഒരു 10+ മോഡൽ എക്സാംസ് ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് എന്താണ്, ഇത്രയും ടെസ്റ്റുകളൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. ഇതെല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ബേസ് ചെയ്തുള്ള ടെസ്റ്റുകളൊക്കെയാണ്. അപ്പൊ ഇനി എന്തെങ്കിലും സിലബസ് ചേഞ്ച് അഥവാ ഉണ്ടായാൽ പോലും നമുക്ക് എന്താണ്, കുറെയൊക്കെ ഈ ടോപ്പിക്സ് ഒക്കെ തന്നെ ആയിരിക്കും. ചിലപ്പോൾ പുതിയ അഡീഷൻസ് ഒക്കെ ആയിരിക്കും അവിടെ വരുന്നത്. അത് സിലബസ് ചേഞ്ച് വരുന്നതനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് അതിൽ മാറ്റങ്ങളൊക്കെ വരുത്താം. നിലവിലെ സിലബസ് പ്രിപ്പയർ ചെയ്യാന്നുള്ളൊരു കാര്യമാണ് നമുക്ക് നമ്മുടെ മുമ്പിലുള്ളത്. അപ്പൊ എന്തായാലും പിന്നീട് കൂടെ ഇതിനോട് എന്തുണ്ട്? ലൈവ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻസും ഉണ്ട്. ലൈവ് ഡൗട്ട് ക്ലിയറൻസ് സെഷൻസും ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻസും ആയിരിക്കും. അതായത് ഈ സ്റ്റഡി പ്ലാൻ നമ്മൾ പോകുമല്ലോ, അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ഡിസ്കഷൻസ് ആയിരിക്കും നമ്മൾ അവിടെ ചെയ്യുന്നത്. ഒരു പർട്ടിക്കുലർ നമ്പർ ഓഫ് റെക്കോർഡ് ക്ലാസ്സുകൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻസ് ഒക്കെ നമ്മൾ അവിടെ വെക്കും. അപ്പൊ അതനുസരിച്ചുള്ള ക്ലാസ്സുകളാണ് നമ്മൾ പോകുന്നത്. അതല്ല, നേരത്തെ പറഞ്ഞ ഒരു സിലബസിൽ എന്തെങ്കിലും മാറ്റം ഉണ്ട്, അഡീഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളത് എത്രയും വേഗം തന്നെ നിങ്ങൾക്ക് ലൈവായിട്ടോ റെക്കോർഡഡ് ആയിട്ടോ ഒക്കെ നമ്മൾ അവിടെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഇത്രയാണ് നമ്മുടെ എന്താണ് ടോപ്പിക് നമ്മുടെ കോഴ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇപ്പൊ നിലവിൽ പോകുന്ന ഒരു 150 ഡേയ്സ് സ്റ്റഡി പ്ലാൻ ആയിരിക്കും. ഡിസംബറിലേക്ക് നമ്മൾ ഇതെല്ലാം ഒന്ന് കവർ ചെയ്തു പോകുന്ന രീതിയിലായിരിക്കും നമ്മൾ നമ്മുടെ ക്ലാസ്സുകൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, റീസെന്റ് ആയിട്ടുള്ള കുറച്ച് ടെസ്റ്റിമോണിയൽസ് ആണ് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതുപോലെ നമ്മുടെ റീസെന്റ് ആയിട്ടുള്ള കുറച്ച് റിസൾട്ടുകളുമാണ്. JRF ക്വാളിഫൈഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ UGC നെറ്റ് PhD ഒക്കെ ക്വാളിഫൈഡ് ആയിട്ടുള്ള കുറച്ച് കുട്ടികളുടെ റിസൾട്ടുകളുമാണ് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ എന്തായാലും നിങ്ങൾ ഈ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കുറെ കോർ സബ്ജക്ട്സ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കുന്നതായിരിക്കും. മറ്റുള്ള കോമ്പറ്റേറ്റീവ് എക്സാംസിന് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു നോളജും അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പൊ എന്തായാലും UGC നെറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് എന്താണ്, ഡബിൾ വാലിഡിറ്റിയോടുകൂടെ നമ്മുടെ കോഴ്സ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പൊ കോഴ്സിനെ പറ്റി കൂടുതൽ അറിയാനും കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന ഗൂഗിൾ ഫോമിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുത്താൽ ഇതെല്ലാം താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ വിളിക്കുക. അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.